ഞാൻ ഒരിക്കൽ ട്രിവാൻഡ്രത്ത് ഒരു വലിയ മീറ്റിങ്ങിൽ ശുശ്രൂഷിക്കുമ്പോൾ ഇടയ്ക്ക് നിന്ന ഒരു മാതാവിനെ ചൂണ്ടിക്കാട്ടിയിട്ട് പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു അവളെ മുമ്പോട്ട് വിളിച്ചു. കർത്താവ് പറഞ്ഞു, എനിക്ക് 2 മക്കൾ, ആൺമക്കൾ. ആ സഹോദരി പറഞ്ഞു, അതെ, 2ാമത്തെ മോനെക്കുറിച്ച് ഓർത്ത് ഭാരപ്പെടുന്നു. അത് സമ്മതിച്ചു. പറഞ്ഞു വന്നപ്പോൾ പറയട്ടെ, പറയാൻ പറ്റാത്ത അനേക ക്രൈമിൽ പെട്ടുകിടക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. 2ാമത്തെ മകൻ എന്നാൽ മൂത്ത മകനെ കർത്താവിനെ കാണിച്ച് വളരെ ദൈവകൃപയിൽ മുന്നോട്ട് പോകുന്ന ഒരു കുടുംബം. ഇതിൻ്റെ വൈരുദ്ധ്യം എനിക്ക് മനസ്സിലായില്ല. എന്നാൽ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, മൂത്ത മകനെ ശാസന കൊടുത്തു വളർത്തിയപ്പോൾ ഇളയ മകനെ ലാളന മാത്രം കൊടുത്ത് ചോദിക്കുന്നതിൻ്റെ അപ്പുറം പണം വാരിക്കൊടുത്ത് വളർത്തി. ഇന്ന് സ്വന്തം വീട്ടിൽ കിടക്കാൻ വയ്യ, സ്വന്തം വാഹനം ഉപയോഗിക്കാൻ വയ്യ. കാരണം സ്വത്ത് കിട്ടണമെങ്കിൽ വക്കീൽ പറഞ്ഞ് അമ്മയുടെ കാലശേഷമേ കിട്ടത്തുള്ളൂ. അങ്ങനെ അതുകൊണ്ട് അമ്മയെ തട്ടണമെന്നും പറഞ്ഞ് നടക്കുന്ന മകൻ, സ്വന്തം വീടുകളുണ്ടെങ്കിലും കിടന്നുറങ്ങാൻ വയ്യാത്ത അവസ്ഥ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ദൈവവചനം നമ്മൾ പറഞ്ഞു കൊടുക്കണം. കുഞ്ഞുങ്ങളുടെ കൂടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ സമയമുണ്ടാക്കണം. എത്ര തിരക്കുണ്ടെങ്കിലും ഭക്ഷണമേശയിൽ മൊബൈലിൽ തൊടിക്കരുത്. എത്ര തിരക്കുണ്ടെങ്കിലും സംസാരിക്കാതെ വേറെ എന്തോ ഗെയിം ചെയ്തുകൊണ്ട് അവര് ഡൈനിങ് ടേബിളിൽ നിങ്ങൾ ഇരുത്തരുത്.